ഈ സ്റ്റേജിൽ നിങ്ങൾ നോക്കുക, ഒരു രാഷ്ട്രീയക്കാരെയും ഞങ്ങൾ വിളിച്ചിട്ടില്ല, മന്ത്രിമാരെ വിളിച്ചിട്ടില്ല. അങ്ങനെ അവരുടെ സാന്നിധ്യത്തിലെ സമ്മേളനം വിജയിക്കൂ എന്ന് ഞങ്ങൾക്ക് ഒരു ധാരണയില്ല. തീർച്ചയായും ഞങ്ങൾ വിശ്വസിക്കുന്നത് ഈ പണ്ഡിതന്മാരുടെ കീഴിലായി ഇവിടുത്തെ സമൂഹം നിലനിൽക്കുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ പൂർണ്ണമായ പ്രതീക്ഷ. അതുകൊണ്ടാണ് പണ്ഡിതന്മാരെ മാത്രം ഞങ്ങൾ അണിനിരത്തിയത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കരുത്തനായ സംസ്ഥാന സെക്രട്ടറി ബദറു സാദാത്ത് സയ്യിദ് ഇബ്രാഹിം ഖലീൽ ബുഖാരി തങ്ങൾ ഈ മഹത്തായ സദസ്സിനെ അഭിസംബോധന ചെയ്യുന്നതിന് വേണ്ടി കടന്നു വരുന്നു. ഖുലൂ തക്ബീർ, 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 ഖുലൂ തക്ബീർ. പ്രധാനപ്പെട്ട ഒരു സമ്മേളനത്തിലാണ് നാം ഉള്ളത്. നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രതീക്ഷയോടെ നോക്കിക്കാണുന്ന ഒരു സമ്മേളനം. വലിയൊരു മുദ്രാവാക്യം, വലിയൊരു പ്രമേയം നമ്മുടെ സമ്മേളനം ഇവിടെ മുമ്പിൽ വെക്കുന്നുണ്ട്. ഉത്തരവാദിത്തപ്പെട്ടവരുടെ കണ്ണ് തുറക്കണമെന്നും ഏറ്റവും പ്രധാനപ്പെട്ട ഭരണശിലാ കേന്ദ്രങ്ങളിൽ ഈ അലയടി എത്തണമെന്നും പ്രതീക്ഷിച്ചുകൊണ്ട് നാം ഈ സമ്മേളനം നടത്തുമ്പോൾ തീർച്ചയായും ഈ സമ്മേളനത്തിന് പ്രാധാന്യമുണ്ട് എന്നതിൽ തർക്കമില്ല. നമ്മുടെ രാജ്യത്ത് ഉടനീളം വഖഫിന്റെ ധാരാളം സ്വത്തുക്കൾ നമുക്ക് കാണാൻ കഴിയും. ജാതിമത ഭേദമന്യേ എല്ലാവർക്കും ഉപകരിക്കത്തക്ക വിധം, പ്രത്യേകിച്ച് മുസ്ലിം സമൂഹത്തിന്റെ ഉയർത്തെഴുന്നേൽപ്പിനുള്ള പാഠശാലകൾ, വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ, ദർസുകളായും അറബി കോളേജുകളായും അങ്ങനെയുള്ള സമ്പ്രദായങ്ങളും എല്ലാ വിഭാഗം ആളുകൾക്ക് പഠിക്കാൻ പര്യാപ്തമായ യൂണിവേഴ്സിറ്റികൾ അടക്കം വഖഫ് സ്വത്തുക്കളിലായി ഇവിടെ നിലനിന്ന് വരുന്നുണ്ട്. ഇങ്ങനെയുള്ള വഖഫ് സ്വത്ത് അത് സംരക്ഷിക്കണം എന്നത് തീർച്ചയായും നമ്മുടെയൊക്കെ ആഗ്രഹവും അഭിലാഷവും അതോടൊപ്പം ഭരണകൂടത്തിന്റെ വലിയൊരു ഉത്തരവാദിത്വവുമാണ്. പക്ഷേ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി അടുത്ത ദിവസം ചോദിച്ച ഒരു ചോദ്യം അന്തരീക്ഷത്തിൽ എക്കാലത്തും അത് പാറിക്കളിക്കുമെന്നതിൽ തർക്കമില്ല. സുപ്രീം കോടതി ചോദിച്ചത്, എങ്ങനെയാണ് വർഷങ്ങൾക്ക് മുമ്പ് ആധാരമില്ലാത്ത കാലഘട്ടത്തിൽ അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി വഖഫ് ചെയ്ത ഭൂമി അതിന് ഇപ്പോൾ ആധാരം ചോദിച്ചാൽ എങ്ങനെയാണ് കിട്ടുക എന്ന ചോദ്യം ഇനി ഏതെല്ലാം വിധികൾ വന്നാലും ഏതെല്ലാം ഭരണങ്ങൾ മാറിയാലും ഈ ചോദ്യം ഇവിടെ നിലനിൽക്കുക തന്നെ ചെയ്യും. ഇതിൽ നമുക്ക് പ്രതിഷേധിക്കേണ്ടതുണ്ട്. ഒന്നുകൂടി ഞാൻ പറയട്ടെ, 2019 മുതൽ
1954 വരെ ഉള്ള സമയം കാലയളവിൽ നിങ്ങൾക്കറിയുമോ, ആഗ്രയിലെ താജ്മഹൽ ഇന്ന് ചരിത്രം പൊളിച്ചെഴുതാൻ പോവുകയാണ്. പക്ഷേ താജ്മഹൽ ഉണ്ടാക്കിയപ്പോ ആ താജ്മഹലിൽ നിന്ന് കിട്ടിയ വരുമാനം 217 കോടി 217.133 കോടിയാണ് ഇന്ത്യ ഗവൺമെന്റിന്റെ ഖജനാവിലേക്ക് ആഗ്രയിലുള്ള താജ്മഹൽ വഴി കിട്ടുന്നതെങ്കിൽ ഞാൻ പറയട്ടെ, ഇവിടെ മുസ്ലിമീങ്ങൾ, മുഗൾ ചക്രവർത്തിമാർ ഇവിടെ ശേഖരിച്ചു വച്ചിട്ടുള്ള സമ്പത്ത് നമ്മുടെ രാജ്യത്തിന്റെ ഭരണകൂടത്തിന് ഒരുപാട് സമ്പൽ സമൃദ്ധി കൊടുക്കുന്ന വിധത്തിലേക്ക് അത് ഉയർന്നു വന്നിട്ടുണ്ട് എന്നത് നാം മനസ്സിലാക്കണം. ആ ചരിത്രങ്ങളാണ് ഇല്ലാതെയാക്കാൻ പോകുന്നത്. അത് പാടില്ല എന്നാണ് നാം പറയുന്നത്. ഇവിടെ ഭരണഘടന സൂക്ഷിക്കപ്പെടുക തന്നെ വേണം. കണ്ണെത്താ ദൂരത്തോളം നീണ്ടു നിൽക്കുന്ന പാലാവാരം പോലെ ജനങ്ങളെ സാക്ഷ്യപ്പെടുത്തി ഞാൻ പറയുന്നു, ഈ സമ്മേളനം വലിയൊരു താക്കീത് തന്നെയാണ്. ഇവിടെയുള്ള പ്രധാനപ്പെട്ടവരെ കണ്ണു തുറപ്പിക്കുന്ന വലിയൊരു സമ്മേളനമാണ്. കസേരകൾ തികയാത്തത് കൊണ്ട് പരിസരത്ത് ആളുകൾ നിൽക്കുകയാണ്. ചുറ്റും ജനങ്ങൾ നിൽക്കുന്ന ഒരു സാഹചര്യം വന്നപ്പോ ഞാൻ പറയുന്നത്, ജനങ്ങളുടെ വൈകാരികമായ ഈ അവസ്ഥാവിശേഷം ഇവിടെയുള്ള ഉത്തരവാദിത്തപ്പെട്ടവർ ബോധ്യപ്പെടണം, മനസ്സിലാക്കണമെന്നതാണ്. ഇത് പറഞ്ഞു കൊടുക്കാൻ പണ്ഡിതന്മാർ വേണമെന്ന നിലയ്ക്ക് ഞങ്ങൾ ആലോചിച്ചു. ഈ പ്രതിഷേധ പരിപാടി നടത്തേണ്ടത് പണ്ഡിതന്മാരുടെ നേതൃത്വത്തിലാകട്ടെ. ഞങ്ങൾക്ക് മറ്റൊരു ലക്ഷ്യവും ഇതിന്റെ പിന്നിലില്ലായിരുന്നു, ഇപ്പോഴുമില്ല. നിങ്ങളോട് തുറന്നു പറയുന്നു, ആരെങ്കിലും വീണിറപ്പെടുത്താൻ അല്ലെങ്കിൽ ആരെങ്കിലും പ്രയാസപ്പെടുത്താൻ, ആരെങ്കിലും വെല്ലുവിളിക്കാനല്ല ഞങ്ങൾ ഈ പരിപാടി ചെയ്തത്. പക്ഷേ അഹ്ലുൽ സുന്നത്തി വൽ ജമാഅത്തിന്റെ ധീരരായ പണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ ഇവിടെയുള്ള മുസ്ലിം സമൂഹം ഒന്നിക്കുമ്പോ അത് വലിയൊരു സുന്ദരമായ സുമോഹനമായ കാഴ്ചയായി ഈ കേരളത്തിൽ മാത്രമല്ല ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അത് നിഴലിച്ചു കാണുമെന്ന് ഞങ്ങൾ വിശ്വസിച്ചത് കൊണ്ട് ഞങ്ങൾ അങ്ങനെ പണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ പരിപാടി ആരംഭിച്ചു. അൽഹംദുലില്ലാഹ് പല സിറ്റിംഗും കഴിഞ്ഞു. അവസാനം 4 ജംഇയ്യത്തുൽ ഉലമ വന്യരായ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ മഹാനവറുകളുടെ നേതൃത്വത്തിലുള്ള സംസ്ഥ, അങ്ങനെ ആ സംസ്ഥയിൽ ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി സുൽത്താനുൽ ഉലമ ശൈഖുനാ കാന്തപുരം ഉസ്താദ്, ആ ശൈഖുനായുടെ നേതൃത്വത്തിലുള്ള സംസ്ഥയിൽ, അതുപോലെ ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമ ഒടിയൂർ ഉസ്താദിന്റെ നേതൃത്വത്തിലുള്ള ദക്ഷിണയും നജീബ് ഉസ്താദിന്റെ നേതൃത്വത്തിലുള്ള ആ സംസ്ഥാന കേരള ജംഇയ്യത്തുൽ ഉലമയിൽ അങ്ങനെ ഒരുമിച്ച് തീരുമാനമെടുത്തു, മുമ്പോട്ട് വന്നു. ഇതേവരെ അങ്ങനെയാണ് പോകുന്നത്. ഒരു ജനറൽ കൺവീനർ എന്ന നിലക്ക് ഞാൻ നിങ്ങളോട് പറയുന്നു, എനിക്ക് മറ്റൊരു വിവരവും എന്നിലേക്ക് വന്നിട്ടില്ല. ഏതെങ്കിലും സോഷ്യൽ മീഡിയയിലോ വേറെ ഏതെങ്കിലും നിലക്കുള്ള വാർത്തകളോ അത് എന്നെ ബാധിക്കുന്നതല്ല എന്ന് വിനീതമായി, അല്ലെങ്കിൽ ഈ സംഘാടക സമിതിയെ ബാധിക്കുന്നതല്ല എന്ന് വിനീതമായി ഉണർത്തുകയാണ്. കാരണം ഔദ്യോഗികമായി അങ്ങനെ ഒരു വിവരം നമുക്ക് കിട്ടിയിട്ടില്ല, നമ്മളെ അറിയിച്ചിട്ടുമില്ല. ഏതായാലും വന്നുകൊണ്ടിരിക്കുന്നു, വരുമെന്നാണ് നമ്മുടെ എല്ലാവരുടെയും പ്രതീക്ഷയുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ പ്രത്യേകമായി അങ്ങനെ 4 സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ ഒരു സമൂഹം ഇവിടെ വളരെ വ്യവസ്ഥാപിതമായി വളർന്നു വരുമ്പോ തീർച്ചയായും നമുക്ക് സന്തോഷിക്കാൻ ഒരുപാട് വഴികളുണ്ട്, ഒരുപാട് വകകളുണ്ട്. ഈ സ്റ്റേജിൽ നിങ്ങൾ നോക്കുക, ഒരു രാഷ്ട്രീയക്കാരെ ആരെയും ഞങ്ങൾ വിളിച്ചിട്ടില്ല, മന്ത്രിമാരെ വിളിച്ചിട്ടില്ല. അങ്ങനെ അവരുടെ സാന്നിധ്യത്തിലെ സമ്മേളനം വിജയിക്കൂ എന്ന് ഞങ്ങൾക്ക് ഒരു ധാരണയില്ല. തീർച്ചയായും ഞങ്ങൾ വിശ്വസിക്കുന്നത് ഈ പണ്ഡിതന്മാരുടെ കീഴിലായി ഇവിടുത്തെ സമൂഹം നിലനിൽക്കുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ പൂർണ്ണമായ പ്രതീക്ഷ. അതുകൊണ്ടാണ് പണ്ഡിതന്മാരെ മാത്രം ഞങ്ങൾ അണിനിരത്തിയത്. പക്ഷേ ഈ പ്രദേശത്തിന്റെ MP എന്ന നിലക്ക്, ഇവിടുത്തെ MP ആണ്, ഈ എറണാകുളത്തിന്റെ MP എന്ന നിലക്ക് മാത്രം നമ്മുടെ ബഹുമാന്യരായ പാർലമെന്റിൽ നമുക്ക് വേണ്ടി വഖഫിന് വേണ്ടി ശബ്ദിച്ച IB ഈഡൻ അവരുകളെ നമ്മൾ ക്ഷണിച്ചിട്ടുണ്ട്.
എത്തിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹം എത്തിയിട്ടില്ല, എത്തുമെന്ന് നമുക്ക് പ്രതീക്ഷയുണ്ട്. ഏതായാലും ഞാൻ പറയുന്നത്, ഈ പണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ അൽഹംദുലില്ലാ ഈ ഒരു ചുറ്റുപാട് നമുക്ക് തുടരണം. നമുക്ക് ഇനിയും മുമ്പോട്ട് പോകണം. അല്ലാഹു നമ്മളെ വിജയിപ്പിച്ചു തരുവാനാകട്ടെ. ഒരിക്കലും നമ്മളാരും പുറകോട്ട് പോകരുത്. എന്തെങ്കിലും ആരെങ്കിലും പറയുന്നത് കേട്ട് നാം പുറകോട്ട് പോകരുത്. നമ്മൾ സാദാത്തുക്കളെ അംഗീകരിക്കുന്നവരാണ്, ബഹുമാനിക്കുന്നവരാണ്. എല്ലാ തങ്ങന്മാരെയും നമ്മൾ അംഗീകരിക്കും. ഏതെങ്കിലും ഒരു തങ്ങളെ നിസാരപ്പെടുത്തിയാൽ നമ്മുടെ ഈമാനിന് അത് ക്ഷതമേൽക്കുമെന്ന് പഠിച്ചവരാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ തങ്ങന്മാരെ ഒക്കെ ആദരിക്കും. പക്ഷെ നമ്മളിപ്പോ ഉദ്ദേശിച്ചത് ഈ പണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ എന്ന നിലക്കാണ്. അതുകൊണ്ടാണ് ഈ ഒരു സംരംഭം ഈ രൂപത്തിലാക്കിയത്. ഈ പരിപാടിയിൽ നമുക്ക് ദുആ കൊണ്ട് നേതൃത്വം നൽകിയത് ബഹുമാനപ്പെട്ട സയ്യിദ് ടി.എസ്. സലാഹുദ്ദീൻ ബുഖാരി തങ്ങളാണ്. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെയൊക്കെ വലിയ പ്രതീക്ഷയും അവലംബവും ഒക്കെയാണ്. അതുപോലെ നമ്മുടെ മഹത്തായ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെയൊക്കെ വലിയ നേതൃത്വം ബഹുമാനപ്പെട്ട സയ്യിദ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കേന്ദ്ര മശാവറ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളാണ്. തങ്ങൾക്ക് ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. മുഖ്യപ്രഭാഷണം നടത്തുന്ന മഅ്ദിൻ സ്ഥാപനങ്ങളുടെ ചെയർമാനും കേരള മുസ്ലിം ജമാഅത്തിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും ശൈഖുന കാന്തപുരം ഉസ്താദ് പ്രത്യേകം നിയോഗിച്ച് ഈ സമ്മേളനത്തിലേക്ക് പറഞ്ഞയച്ച സുൽത്താനുൽ ഉലമയുടെ ആശീർവാദം ഏറ്റുവാങ്ങി ഈ സമ്മേളനത്തിലേക്ക് കടന്നു വരുന്ന ബഹുമാനപ്പെട്ട ബദർ സാദാത്ത് സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി തങ്ങൾ, അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ. അവർക്ക് ഞാൻ സ്വാഗതം ആശംസിക്കുന്നു.